ഒരുപാട് വിദ്യാർത്ഥികളാണ് കാനഡയിലേക്ക് ചേക്കേറിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും അതിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഒരുപാട് കുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ കാനഡയിലേക്ക് പഠിത്തത്തിനും ജോലിയിലുമായി എത്തിയത്. അത്തരത്തിൽ എത്തിയ ഒരു കുട്ടിയുടെ മരണവാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത്. 25 വയസ്സുകാരിയായ അനീറ്റ ബെനാൻസ് എന്ന പേരുള്ള പെൺകുട്ടി മലയാളി യുവതി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കാനഡയിൽ വെച്ച്. കാനഡയിലെ സ്വന്തം താമസ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ വാർത്തയെല്ലാം ശരിക്കും ഞെട്ടിക്കുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. കാനഡയിലെ ടൊറൻറ്റോയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇരവിപുരം കോട്ടൂർ പടിഞ്ഞാറ്റൻ തന്നെ ഐശ്വര്യ നഗറിൽ ആന്റണി വില്ലയിൽ ബെനാൻസ് അൽഫോൺസിൻ്റെയും രജനിയുടെയും മകളാണ്. ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദാനന്ത ബിരുദം നേടിയ ശേഷം കാനഡയിലെ ഒരു ബാങ്കിൽ ജോലി ചെയ്ത് വരികയായിരുന്നു ഈ പറഞ്ഞ അനീറ്റ ബെനാൻസ്. എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പെരുമാറുന്ന അനീറ്റയോട് നാട്ടിലെക്കുറിച്ചും വിദേശത്തെ സുഹൃത്തുക്കളോടും ചോദിച്ചാൽ നല്ലത് മാത്രമാണ് പറയാനുള്ളത്. ആർക്കും ഒരു മോശ സ്വഭാവം പോലും അനീറ്റയെക്കുറിച്ച് പറയാനില്ല. അനീറ്റ എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് തന്നെ എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അത്ര നല്ല ഒരു പെൺകുട്ടി തന്നെയായിരുന്നു അനീറ്റ. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം, എല്ലാവരോടും ചിരിച്ച് കളിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ആരുടെയും മുഖം മുഷിക്കുകയില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന അനീറ്റയുടെ തന്നെ റൂംമേറ്റുകളാണ് ശുചിമുറിയിൽ വീണ് കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. ഉടൻ തന്നെ ഇപ്പോൾ പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു എന്ന് പറയാം. സംഭവ സ്ഥലത്തെത്തിയ കാനഡ പോലീസ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടം പൂർത്തിയായെങ്കിലും അന്വേഷണം പൂർത്തിയായതിനു ശേഷമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയുള്ളൂ. തിങ്കളാഴ്ചയും അമ്മ രജനിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പനിയായതിനാൽ 2 ദിവസം അവധിയിലായിരുന്നു എന്നുകൂടി പറയുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന അനീറ്റയുടെ റൂംമേറ്റുകൾ ശുചിമുറിയിൽ വീണ് കിടക്കുന്ന അനീറ്റയെ കണ്ടപ്പോൾ തന്നെ പരിഭ്രാന്തരായിരുന്നു. അപ്പോൾ തന്നെ അവർ മൃതദേഹമായിരുന്നു കണ്ടിരുന്നത്. ആശുപത്രിയിലേക്ക് വിളിച്ചതെങ്കിലും അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ഫോൺ വച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി അന്വേഷണം പൂർത്തിയായതിനു ശേഷം മാത്രമാണ് വിട്ടു നൽകിയത്. തിങ്കളാഴ്ച അമ്മ രജനിയുമായി ഫോണിൽ സംസാരിച്ചതിനെക്കുറിച്ചും പനിയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഏക സഹോദരൻ നിഖിലാണ്. കാനഡ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ അന്വേഷണമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വീണത് എന്നും അല്ലെങ്കിൽ വീണതാണോ എന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ നിൽക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ അന്വേഷണം നടക്കുകയുമാണ്. കൃത്യമായ രേഖകൾ ശേഖരിച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിൻ്റെ ചർച്ചകളും സൂചനകളും ഒക്കെ നിലനിൽക്കുകയാണ്. പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. എല്ലാവർക്കും വളരെ കൃത്യമായി തന്നെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഇത് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അനീറ്റയുടെ കുടുംബത്തിൻ്റെ അവസ്ഥയും തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുമായി കാനഡയിലേക്ക് പോയ പെൺകുട്ടി തന്നെയാണ് അനീറ്റ. അവൾക്ക് തന്നെ അവസാനം ഈ ഒരു വിഷമ അവസ്ഥയോടെ കടന്നു പോകേണ്ടി വരുന്നു എന്നത് ദുഃഖകരമായ കാര്യം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.